വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സകല ദൈവജനത്തെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഹേമിച്ച ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ദുഃഖം ഹേതുവായി എന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു, എന്റെ അവയവങ്ങൾ ഒക്കെയും നിഴൽ പോലെ തന്നെ. ദുഃഖം ഹേതുവായി എന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. ഈ സമയം ദൈവവചനത്തിന്റെ മർമ്മങ്ങളും ദൈവിക വചനത്തിൽ കൂടി വിടുതലുകളും ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരുവാനും ആഗ്രഹിക്കുന്ന ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ നിങ്ങൾ ദുഃഖത്തോടെ ഇരിക്കുന്നെന്ന് വരാം. നിങ്ങൾ ചില മാനുഷിക പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇരിക്കുന്നെന്ന് വരാം. ശാരീരികമായ പിരിമുറുക്കത്തിലായിരിക്കുന്നെന്ന് വരാം. ദൈവത്തിന്റെ വചനം അത് ജീവനായി ശക്തിയായി ഹൃദയങ്ങളുടെ ഉള്ളിൽ ഇറങ്ങേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഭാരത്തോടുകൂടിയിരിക്കുന്ന സാധുക്കളാകുന്ന അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങളുടെ മേല അങ്ങയുടെ കൃപ ചുരിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ സത്യങ്ങൾ അങ്ങയുടെ മക്കൾ ഓരോരുത്തരും മനസ്സിലാക്കി ദൈവമേ അങ്ങയോട് കൂടുതൽ ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവകൃപയിൽ നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വളരെ മർമ്മപ്രധാനമായി കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും ദൈവത്തെ തള്ളി പറയാതെ തൻ്റെ ആ വേദനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇയ്യോബ് ജീവനുള്ള ദൈവത്തോട് തൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്ന അതിൻ്റെ ഒരു ഭാഗം അല്പം നമ്മൾ വായിച്ചു. ഞാൻ ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു, എൻ്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ. മാനുഷിക പിരിമുറുക്കം വന്ന് മുൻപോട്ട് ദൈവം നടത്തുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഇയ്യോബിനുണ്ട്. എങ്കിലും തനിക്കെതിരായി കടന്നു വരുന്ന ചോദ്യങ്ങൾക്ക് മധ്യത്തിൽ തൻ്റെ ജീവിതത്തിൽ തന്നെ സ്നേഹിച്ചിരുന്നവർ പോലും തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ദൈവത്തോട്, കൃപാലുവായ ദൈവത്തോട്, ദയാലുവായ ദൈവത്തോട്, കൃപയിൽ പൊതിയുന്ന ദൈവത്തോട്, പരിപാലകനായ ദൈവത്തോട് ഇയ്യോബ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുകയാണ്. ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതു സ്ഥാനത്താണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ദുഃഖം നിങ്ങളെ വല്ലാതെ കടന്നു പിടിക്കുമ്പോൾ, വേദനകൾ നിങ്ങളെ വല്ലാതെ കടന്നു പിടിക്കുമ്പോൾ, മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്നു പോകുന്ന അനവധി സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കടന്നു വന്നിട്ടില്ലേ? ഒരുപക്ഷെ വചനം നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചാരിയിരുന്ന് നിങ്ങളുടെ തലയെ എവിടെയെങ്കിലും ചാരി വെച്ച് നിങ്ങളുടെ കൈ തലയ്ക്ക് കൊടുത്ത് കണ്ണുമടച്ച് ദുഃഖം ഹേതുവായി നിങ്ങൾ നിരാശയിലിരിക്കുന്ന അനുഭവമായിരിക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്താകാം, കുടുംബ ജീവിതത്തെ ഓർത്താകാം, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയാകാം, കടബാധ്യതകളിൽ നിന്നുകൊണ്ടാകാം, പിന്നെ വേറെ ഒന്ന് രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ അപവാദങ്ങളുടെ മധ്യത്തിലാകാം. ഏത് തന്നെ സാഹചര്യത്തിൽ നിങ്ങൾ ദുഃഖം ഹേതുവായി കണ്ണു മങ്ങിയിരിക്കുന്നുവോ, ഏത് തന്നെ സാഹചര്യത്തിൽ നിങ്ങൾ തളർന്നിരിക്കുന്നുവോ, പ്രിയ ദൈവമക്കളെ, തളർന്നിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തനെ, ആമീൻ, നവജീവൻ തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം
അവങ്കിലേക്ക് നോക്കുന്നവരുടെ മേൽ പ്രകാശിച്ചിറങ്ങി വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്കൊന്ന് നോക്കുന്നുവെങ്കിൽ, നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് നമ്മുടെ സകല ഭാരവും, നമ്മുടെ മുറുകെ പറ്റുന്ന ഭാവവും എല്ലാം ഒന്ന് വച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുവെങ്കിൽ, യഹോവയോട് ചോദിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, പ്രിയ സഹോദരങ്ങളെ, തരുവാൻ ശക്തനായ കർത്താവിൻ്റെ മഹാസാന്നിധ്യത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, മറ്റാരുടെയും ഹൃദയത്തിൽ ഇന്ന് വരെയും തോന്നിയിട്ടുമില്ല. ദൈവത്തിന്റെ വചനം ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും, രോഗത്തിന്റെ അവസ്ഥയിലാണോ, കടത്തിന്റെ ബാധ്യതയിലാണോ, എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണോ, എന്തിന് ജീവിക്കണമെന്ന് പോലും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കുമായി ഭയം എന്ന പിശാച് നിങ്ങളെ കടലിന്റെ അലകള് തിരമാലകൾ വന്ന് അടിച്ച് അത് ഒഴുകി പോകുന്നത് പോലെ മന്ദം മന്ദമായി നിങ്ങളെ നിരാശയുടെ ആഴക്കടലിലേക്ക് കടത്തിക്കൊണ്ടുപോകുവാൻ പദ്ധതിയിടുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന കർത്താവ് അവങ്കിലേക്ക് നോക്കുന്നുവെങ്കിൽ, അവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, അടഞ്ഞ വാതിലുകളെ തുറന്നു തരുന്ന ദൈവത്തിന്റെ വലിയ കൃപ, സകലത്തിന്റെയും ഉടയവനായ സർവശക്തനായ ദയാലുവിന്റെ ദയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യ ജീവന്റെ അവകാശികളായി തീരുവാനും കൃപ തരുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ കഴിയുമോ? എൻ്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ എന്ന് വചനം പറയുന്നു. 4 ഭാഗത്തു നിന്നും പ്രശ്നം വന്നു. ഇനി എങ്ങനെ പ്രിയപ്പെട്ടവരെ അഭിമുഖീകരിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, 4 ഭാഗത്തുകൂടിയും നിഴൽ പോലെ കടന്നു വരുന്ന പോരാട്ട ശക്തികളുടെ പോരാട്ടം, ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ദൈവത്തിന്റെ പൈതൽ കാണുകെ തന്നെ നിനക്കെതിരായി നിൽക്കുന്ന വൻമതിലുകൾ ഇടിഞ്ഞു വീഴേണ്ടതിനായി, നിനക്കെതിരായി ഉയർന്നു നിൽക്കുന്ന വലിയ ശത്രുവിന്റെ വൻമതിലുകൾ, ദൈവ പൈതലിനെതിരായി ഉയർന്നു നിൽക്കുന്ന എതിർപ്പിന്റെ ശക്തികൾ, ദൈവ പൈതലിനെതിരായി ഉയർന്നു നിൽക്കുന്ന ശാപത്തിന്റെ മണ്ഡലങ്ങൾ, ദൈവ പൈതലിനെതിരായി ഉയർന്നു നിൽക്കുന്ന ദുഷ്ടന്റെ കൊടിമുടികൾ, ഇത് സകലം ദൈവമക്കളെ പൂർണ്ണമായി നശിച്ചു പോകേണ്ടതിനായി, തകർന്നുടേണ്ടതിനായി എൻ്റെ ദൈവത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ സംഗ്രഹിക്കുവാൻ കഴിയുമോ? കർത്താവിന് സ്ഥാനം ഹൃദയത്തിന്റെ ഉള്ളിൽ കൊടുക്കുവാൻ കഴിയുമോ? ദുഃഖം വല്ലാതെ പിടിച്ച് ദുഃഖത്തിലാഴ്ത്തി അത് ഭയമായി കൊണ്ടുവന്ന് മനോവേദികളും മനോഭാരങ്ങളും മനോഭീതികളും തന്ന് മാനുഷിക രോഗിയായി നിന്നെ എല്ലാവരുടെ മുമ്പിൽ നിന്ദിപ്പിക്കുവാൻ പിശാചിട്ടിരിക്കുന്ന പദ്ധതിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവദാതാവായ കർത്താവിങ്കിലേക്കൊന്ന് മടങ്ങി വരുന്നുവെങ്കിൽ, തങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിച്ചു എന്ന വചനം പറയുന്നത് വാസ്തവമായി സഹോദരങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ പ്രവർത്തികളിൽ വലിയവനായ ദൈവം സകലത്തെയും വീണ്ടെടുക്കുവാൻ കഴിവുള്ള ദൈവം, നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന് നമ്മളെ തൃപ്തരാക്കുവാൻ കഴിവുള്ള ദൈവം, സകല അനുഗ്രഹങ്ങളുടെ മേലും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവം,
ഈ കർത്താവിലേക്ക് നമ്മൾ ഒന്ന് നോക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രതീക്ഷിച്ച് നോക്കുകയല്ല, നിത്യജീവനായി നോക്കുന്നുവെങ്കിൽ നിത്യജീവൻ ദാനമായി തരികയും ഈ രാജ്യത്തിൽ ശത്രുക്കളുടെ മുമ്പാകെ മാനിക്കുമാർ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. യെശയ്യാ പ്രവാചകൻ 38 അധ്യായത്തിന്റെ 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു: മീവൽ പശിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, എനിക്ക് ഇടം നിൽക്കണമേ. വചനം ശ്രവിക്കുന്ന ദൈവജനമേ, മീവൽ പക്ഷിയുടെ ആ ഹല്ലേലൂയ സ്തോത്രം ചിലയ്ക്കുന്ന ചില നമ്മൾ കേട്ടിട്ടുണ്ട്. കൊക്ക് രാവിലെ ഇരയ്ക്കായി പോകുമ്പോൾ അത് ചിലയ്ക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കൊക്കിന് വേണ്ടിയത് ഇരയാണ്. ആ ഇരയ്ക്ക് വേണ്ടി കൊക്ക് ചിലച്ചുകൊണ്ട് പറന്നു പോകുമ്പോൾ പ്രാവ് തന്റെ ഇണയ്ക്കായി കാത്ത് കുറുകിയിരിക്കുന്നത് പോലെ, ഒരു പെടപ്രാവ് പൂവൻ പ്രാവ് വരുവാൻ കുറുകി കാത്തിരിക്കുന്നത് പോലെ, ഒരു പൂവൻ പ്രാവ് പിടപ്രാവ് വരുവാനായി കുറുകി കാത്തിരിക്കുന്നത് പോലെ, നമ്മുടെ സർവശക്തനായ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരുവാൻ സ്തുതിച്ചുകൊണ്ടൊന്ന് കാത്തിരിക്കുവാൻ കഴിയുമോ? പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം നമുക്ക്. ആ ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിമണ്ഡലങ്ങൾക്കെതിരായി വെല്ലുവിളിയുമായി നിൽക്കുന്ന, കോട്ടകളെ തകർത്തെറിയുവാൻ തക്കവണ്ണം ദൈവം തന്ന കൃപ, സ്തുതി എന്ന സ്തോത്രമെന്ന യാഗം, അതിൽ പ്രസാദിക്കുന്ന ദൈവം പ്രസാദിക്കേണ്ടതിനായി സ്തോത്രമെന്ന യാഗത്തിന്മേൽ ഈ ദിവസങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയുമോ? സ്തോത്രമെന്ന യാഗം കരേറ്റിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ നിഴൽ പോലെ നമ്മളെ പിന്തുടരുന്ന വിഷയങ്ങൾ, നമുക്കെതിരായി വെല്ലുവിളിയുമായി കടന്നു വരുന്ന വിഷയങ്ങൾ, ഉയർത്തത്തില്ല എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ വിഷയങ്ങൾ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ശത്രുവിന്റെ പോരുകൾ, ശത്രുവിന്റെ ആയുധങ്ങളെല്ലാം തകർന്നുടയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സഹോദരങ്ങളെ, ഒരു ശത്രുവും നിന്റെ മേൽ ഉയരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു തീയമ്പുകളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ കരുതുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രവർത്തികളിൽ വലിയവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദുഃഖം ഹേതുവായി കണ്ണു മങ്ങിയിരിക്കുന്നുവെങ്കിലും, രോഗം ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിലും, സാമ്പത്തിക പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തളർന്നിരിക്കുന്നുവെങ്കിലും, സ്നേഹിക്കുന്നവർ തള്ളി പറഞ്ഞു എങ്കിലും, ആരുമില്ല എന്ന തോന്നൽ ജീവിതത്തിൽ കടന്നു വന്നാലും, ദൈവ പൈതലേ, നമുക്കെല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവനെ തന്ന കർത്താവായ യേശു ക്രിസ്തു നീട്ടിയ കരവുമായി നമ്മുടെ അടുക്കലുണ്ട്. കർത്താവിനോട് പറയാമോ, കർത്താവേ, എന്നെ അവിടുന്ന് കൈക്കൊള്ളുമാറാകണമേ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ, എന്നെ അങ്ങയുടെ മകളാക്കി തീർക്കണമേ, എന്റെ പാപങ്ങൾ കഴുകി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, സ്തോത്രം എന്ന അഗ്ദരയാഗം കരയേറ്റുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് യോഗ്യനാക്കി തീർക്കണമേ, ഈ ചേറ്റിന്റെ അവസ്ഥയിൽ നിന്നും എന്നെ ഒന്ന് അവിടുന്ന് കൈക്കൊള്ളണമേ എന്ന് ജീവനുള്ള ദൈവത്തിലേക്ക് നോക്കി നമുക്കൊന്ന് നിലവിളിക്കുവാൻ കഴിയുമോ? തങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് മറുപടി തരുന്ന ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുമാറാകട്ടെ. ആ ദൈവ സാന്നിധ്യത്തിൽ നിറയുവാൻ
കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. ദുഃഖം ഹേതുവായി കണ്ണ് മങ്ങിയിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അവയവങ്ങളെല്ലാം നിഴൽ പോലെയായി തോന്നുന്നു എന്ന് ചിന്തിക്കാതെ, എനിക്കിനി ഇതിൽ നിന്നും ഒരു കരകയറ്റമില്ല എന്ന് ചിന്തിക്കാതെ, പലപ്പോഴും പലരും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററേ, ഇനി ഇതൊരിക്കലും സംഭവിക്കത്തില്ല. ദൈവദാസനെ, എൻ്റെ ജീവിതത്തിൽ ഇതൊരിക്കലും സംഭവിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കിക്കൊണ്ടേയിരിക്കും. മനുഷ്യരുടെ ദൃഷ്ടിയിൽ അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ ദൈവകൃപയാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ നാം ഒന്ന് ചെയ്യണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിങ്കിലേക്കൊന്ന് നോക്കണം. നമ്മുടെ എല്ലാ ഭാരങ്ങളും അവന്റെ മേൽ വച്ച്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവന്റെ മേൽ വച്ച് വിശ്വാസത്തോടെ പറയുവാൻ കഴിയുമോ, പിശാചേ, നിനക്കെന്റെ ജീവിതത്തിൽ ഒരു അവകാശവുമില്ല. ദുഷ്ട പിശാചേ, നിനക്കെന്റെ ജീവിതത്തിൽ ഒരു അവകാശവുമില്ല. ഞാൻ എൻ്റെ യേശുവിന്റെ പൈതല. പ്രിയ ദൈവജനമേ, അങ്ങനെ നമുക്ക് പൂർവാധികം ശക്തിയോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ഒരു രോഗവും നമ്മളെ ബാധിക്കത്തില്ല, ഒരു ശാപവും നമ്മുടെ മേൽ കടന്നു വരത്തില്ല, ഒരു ഭയവും നമ്മുടെ മേൽ കടന്നു വരത്തില്ല, ഒരു എതിർപ്പുകളും നമ്മുടെ മേൽ കടന്നു വന്നാൽ തന്നെയും എതിർക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുവാൻ ദൈവം കൃപ തരും. ചിലർ പറയും, ഇതെല്ലാം കഴിഞ്ഞുപോയി, ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയില്ല. മനുഷ്യന്റെ സാധ്യതകൾ നഷ്ടമാകുമ്പോൾ, ആമീൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ മേൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. പ്രിയ ദൈവജനമേ, ആമീൻ, ഹല്ലേലൂയ. ദാവീദിന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. ആ അഭിഷേകം ആരും അറിഞ്ഞില്ല. ദാവീദിന്റെ അഭിഷേകം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. ദാവീദിന് അഭിഷേകമുണ്ട്, ദൈവത്തിന്റെ പൈതലാണെന്ന് അറിയിക്കേണ്ടതിനായി ഒരു ഗോലിയാത്തിനോടും യുദ്ധം ചെയ്യുവാൻ കടന്നു പോകേണ്ടി വന്നു. യുദ്ധത്തിലും സർവശക്തനായ ദൈവം, ജീവിക്കുന്ന ദൈവം, നീട്ടിയ ഭുജമുള്ളവന്റെ കരവിരുതലും മനസ്സിലാക്കുവാൻ തക്കവണ്ണം മഹാദയാലുവിന്റെ മഹാകൃപ ദാവീദിന്റെ കൂടെ ഇരുന്നു. ആമീൻ. ഒരു കല്ല് കൊണ്ട് തന്നെ തന്റെ കവണയിൽ നിന്നും കല്ല് വെച്ച്, ആമീൻ, ഗോലിയാത്തിനെ വീഴ്ത്തി അവന്റെ തലയെ വെട്ടിയെടുത്ത്, ആമീൻ, വെല്ലുവിളികളെ അതിജീവിപ്പാൻ ദൈവം ദാവീദിന് കൃപ കൊടുത്തു, ആ അധികാരം കൊടുത്തു, അഭിഷേകത്തിന്റെ ആധിക്യം കൊടുത്തു. അവിടം കൊണ്ട് കഴിഞ്ഞില്ല. അവിടം മുതൽ ദാവീദിന്റെ എതിർപ്പുകൾ കൂടി വന്നതേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കാം, ഇതെന്ത് ഇതിഹാസമാണ് സംഭവിക്കുന്നത്. ദാവീദിന് ആ നിമിഷം മുതൽ പോരാട്ടങ്ങൾ കൂടി വന്നു, ശത്രുക്കൾ കൂടി വന്നു. ദാവീദിനെ എല്ലാവരും അറിഞ്ഞു. ആമീൻ. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നിന്നത മാറ്റിയവൻ എന്ന ഒരു പേര് അവന് വന്നു. എങ്കിൽ തന്നെയും എതിര് വളരെ ശക്തമായി ഉയർന്നു. ആർക്ക് വേണ്ടി അവൻ പോരാടാൻ പോയോ? ആർക്ക് വേണ്ടി, ആമീൻ, ആരുടെ രക്ഷയ്ക്കായി അവൻ കടന്നുപോയോ, ആ സ്ഥാനത്ത് നിന്ന് അവൻ എതിർപ്പ് കടന്നു വന്നു. ദാവീദിന്റെ മേൽ ഒളിയമ്പുകൾ ശൂലമായി കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഒളിശൂലങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഇരുട്ടിന്റെ ആയുധങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരുന്നു. കൃപയുള്ളവൻ തളർന്നു പോകത്തില്ല. ഇരുട്ടിന്റെ ആയുധങ്ങൾ കടന്നു വരുമ്പോൾ, ഇരുട്ടിന്റെ ശക്തികൾ ഉയർന്നു വരുമ്പോൾ, ഇരുട്ടിന്റെ ശക്തികൾ ജയമെടുത്ത് വരുമ്പോൾ, ദൈവപൈതലേ, അഭിഷേകമുള്ളവൻ തളർന്നു പോകത്തില്ല.
ഇന്ന് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അഭിഷേകം നമ്മളിലുണ്ടോ? നാം തളർന്നു പോകരുത്. നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ വീണു പോകുവാൻ അനുവദിക്കരുത്. പിശാച് നമ്മുടെ മേൽ ജയമെടുക്കുവാൻ നമ്മൾ ഒരിക്കലും അവസരം കൊടുക്കരുത്. പിശാചിനെ ജയിക്കുന്നവരായി തീരുവാൻ, പിശാചിന്റെ കോട്ടകളെ തകർത്ത് കളയുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളില് നമുക്കൊന്ന് ഒരുങ്ങുവാൻ കഴിയുമോ? ആമീൻ. നമുക്കെതിരായി ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികളെ ദൈവകൃപയാൽ ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ, ദൈവകൃപയാൽ ഈ വെല്ലുവിളികളെ വലിച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാൻ കഴിയുമെങ്കിൽ, ഈ കടന്നു പോകുന്നതിന് മുമ്പായി കടന്നു പോകുന്ന സർവവല്ലഭനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, വെല്ലുവിളികളുടെ മുമ്പിൽ നിലനിർത്തുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ഏത് വാതിൽ അടഞ്ഞോ അതിലും വിശാലമായ വാതിൽ തുറന്നു നിന്ന് വഴി നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടയാകും. ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഞെരുക്കങ്ങൾ, വേദനകൾ, മാനുഷിക പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലിരിക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞാനിത് എത്ര കേട്ടു എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചേക്കാം. പ്രിയ സഹോദരങ്ങളെ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം ഇപ്പോൾ നിങ്ങൾ ശ്രവിക്കുവാനിടയായി. ഈ വചനം നിങ്ങൾ ശ്രവിക്കുന്നുവെങ്കിൽ, ജീവനുള്ള ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രവിക്കുന്നുവെങ്കിൽ, ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യോബിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10 എന്നാൽ നിങ്ങൾ എല്ലാവരും മടങ്ങി വരുവേൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മടങ്ങി വരുന്ന ദൈവത്തിന്റെ പൈതലിനെ, മടങ്ങി വരുന്ന ദൈവത്തിന്റെ പൈതലിനെ പൂർണ്ണമായി കൈക്കൊള്ളുന്ന ദൈവം, മടങ്ങി വരുന്ന ദൈവത്തിന്റെ പൈതലിന് സകലതും കൊടുത്ത് മാനിക്കുന്ന ദൈവം, മടങ്ങി വരുന്ന ദൈവത്തിന്റെ പൈതലിന് ഉയർച്ചയും അഭിവൃദ്ധിയും കൊടുക്കുന്ന ദൈവം, മടങ്ങി വരുന്ന ദൈവത്തിന്റെ പൈതലിന് സകല നന്മകളും കൊടുത്ത് നിറയ്ക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം, മുടിയനായ പുത്രന്റെ അനുഭവം ദൈവമക്കളെല്ലാവരും അനവധി പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. തന്റെ അപ്പന്റെ ഓഹരി വാങ്ങി താൻ ദൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞ് തനിക്ക് അവസാനം കഴിപ്പാനൊന്നുമില്ലാതെ പന്നിക്ക് കൊടുക്കുന്ന വാള വരെ കഴിക്കേണ്ടി വന്ന് അത് കഴിക്കാൻ ശ്രമിച്ച് അതുപോലും സാധ്യമാകാതെ വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തുമാത്രം വേദന വന്നിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? താൻ മാനസികമായി തളർന്നു, ദുഃഖം ഹേതുവായി തന്റെ കണ്ണ് മങ്ങിയിരിക്കാം, തളർന്നു കാണാം, എന്തിനു ജീവിക്കുന്നുവെന്ന് തോന്നിയേക്കാം. എന്നാൽ ഈ മാനുഷിക പിരിമുറുക്കങ്ങളുടെ എല്ലാം മധ്യത്തില് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ വൃദ്ധന്മാർ ജീവിക്കുന്നു, അവർക്ക് എന്ത് സന്തോഷം. ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എൻ്റെ അപ്പനോട് ഞാൻ പറയും, അപ്പാ, ഞാൻ സ്വർഗത്തിനെതിരായും നിനക്കെതിരായും പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ അർഹനല്ല. ഈ ദാസരിൽ ഒരുവനായി എന്നെ കൈക്കൊള്ളണം എന്ന് പറയുമെന്ന് വിചാരിച്ച് താൻ മനസ്സിൽ തീരുമാനിച്ച് തൻ്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുവാൻ പൊക്കോണ്ടിരിക്കുമ്പോൾ ദൂരത്തു നിന്ന് കണ്ട സ്നേഹവാനായ അപ്പൻ അമീൻ സന്തോഷത്തോടെ ഓടിപ്പോയി തന്നെ കെട്ടിപ്പുണർന്ന് അമീൻ തൻ്റെ മകൻ പറയുവാൻ വന്നതൊന്നും പറയുവാൻ അനുവദിക്കാതെ അവന്റെ പാവങ്ങൾ ക്ഷമിച്ച് അവനെ മേൽത്തരമായ അങ്കി കൊണ്ടും
മേൽത്തരമായ കാളയിൽ നിന്നൊന്ന് അറുത്ത് വിരുന്ന് കൊടുത്ത് സൽക്കരിച്ച് സ്വീകരിക്കുവാൻ പിതാവിന് കൃപ തോന്നിയതുപോലെ നിങ്ങളെല്ലാവരും മടങ്ങി വന്നാൽ നിങ്ങളെ മാനിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ മേൽ ഇറങ്ങി വരേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? മടങ്ങി വന്നാൽ മാനിക്കുന്ന ദൈവം. അമേൻ. കുറവ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കുറവിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഒരു പുതിയ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ജീവന്റെ പുതുക്കത്തിൽ നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകൻ 51 അധ്യായത്തിന്റെ 9 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ച് കൊള്ളുക. അമീൻ. നമ്മൾ യഹോവയുടെ ഭുജമാണ്. അമീൻ. ഈ വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, നീ നിസ്സാരനല്ല. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് നിനക്കെതിരായി തിരിഞ്ഞു നിന്നെന്ന് വരാം. ഒരുപക്ഷെ നിന്റെ വിശ്വാസം കാരണം നിന്റെ ഭാര്യ നിന്നെ തള്ളിപ്പറഞ്ഞെന്ന് വരാം. ഒരുപക്ഷെ നിന്റെ കുടുംബ ജീവനം തന്നെ ഭിന്നമായിരുന്നെന്ന് വരാം. സാമ്പത്തിക മണ്ഡലങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് തകർന്ന് ഉടഞ്ഞുകൊണ്ടിരുന്നെന്ന് വരാം. ആമേൻ. ഹല്ലേലൂയ. ഒരു ഉടഞ്ഞ പാത്രമായിരിക്കുന്നെന്ന് വരാം. മാനസിക പിരിമുറുക്കങ്ങളുടെ മേൽ പിരിമുറുക്കം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നെന്ന് വരാം. കർത്താവിന്റെ പൈതല്, കരുതുന്നവൻ കൂടെ ഉണ്ട്. അവൻ പറയുന്നു, യഹോവയുടെ ഭുജമേ നീ ഉണരുക, നീ ഒന്ന് മടങ്ങി വാ, നീ ഒന്ന് മടങ്ങി വന്നിട്ട് ഒന്ന് ഉണര്. എനിക്ക് നിന്റെ മേൽ പ്രവർത്തിക്കുവാൻ പദ്ധതി ഉണ്ട്. യഹോവയുടെ ഭുജമേ നീ ഒന്ന് മടങ്ങി വാ. യഹോവയുടെ ഭുജമേ നീ ഒന്ന് വിടേണ്ടത് വിട്ടിട്ട് എന്റെ സന്നദ്ധയിൽ മടങ്ങി വാ. എനിക്ക് നിന്നെ ഉയർത്തുവാൻ പദ്ധതി ഉണ്ട്. യഹോവയുടെ ഭുജമേ നിന്നെ എനിക്ക് മാനിച്ച് നിന്റെ കൈകളിൽ കൂടി എന്റെ പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. യഹോവയുടെ ഭുജമേ നീ ഒന്ന് ഉണർന്ന് നീ ഒന്ന് എഴുന്നേൽക്കുന്നുവെങ്കിൽ നിന്റെ ചിതറിക്കിടക്കുന്ന നന്മകളുടെ മധ്യത്തിൽ തീരൽ കടകരവതര ആ ചിതറിക്കിടക്കുന്ന നന്മകളെ ഒന്നൊന്നായി കൂട്ടിയെടുക്കുവാൻ എന്റെ ഭുജം നിന്റെ കയ്യിൽ കൂടി പ്രവർത്തിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. യഹോവയുടെ ഭുജമേ വിടേണ്ടതിനെ വിട്ടുകളഞ്ഞ് വലിച്ചെറിയേണ്ടതിനെ വലിച്ചു കളഞ്ഞ് എന്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ കഴിയുമോ? മടങ്ങി വരുന്ന തന്റെ ഭക്തന്മാര് രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കുന്ന മഹാദയാലുവായ കർത്താവിന്റെ മഹാകരുണ നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവനും ചൈതന്യവും പകരുന്ന, നാൾക്കുനാൾ അഭിവൃദ്ധി പകരുന്ന, ആത്മാവിന്റെ പുതുക്കത്തിൽ നടത്തുന്ന, ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറച്ച് പുതു ചൈതന്യം പകരുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവിന്റെ സന്നദ്ധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മാനുഷിക പിരിമുറുക്കങ്ങളെ മാറ്റുന്നവൻ കൂടെ ഉണ്ട്. യഹോവയുടെ ഭുജമേ ഒന്ന് ഉണര്, നീ ഒന്ന് ഉണര്, നീ ഒന്ന് മടങ്ങി വാ. യഹോവ നിന്നെ കൈക്കൊള്ളും. ഈ വചനം ശ്രവിക്കുന്ന ദൈവജനമേ, ഉടഞ്ഞു കിടക്കുന്ന ആമേൻ നിന്റെ ഭൗതിക നന്മകളുടെ മധ്യത്തിൽ, ഉടഞ്ഞു കിടക്കുന്ന നിന്റെ ആത്മീയ നന്മകളുടെ മധ്യത്തിൽ, ചിതറിക്കിടക്കുന്ന നിന്റെ അനുഗ്രഹങ്ങളെല്ലാം കൂട്ടിച്ചേർപ്പാൻ തക്കവണ്ണം യഹോവയുടെ ഭുജം നീണ്ടിരിക്കുകയാണ്. ഒന്ന് ഒരുക്കി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? അപ്പ ഞാൻ ഇതാ, എന്നെ അവിടെ നിന്ന് കൈക്കൊള്ളണമേ എന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവം നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകും. കർത്താവ് നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം പ്രിയ സഹോദരങ്ങളെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ എന്നോട് ചേർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹവാനായ കർത്താവേ, ഹൃദയം തകർന്ന് മനസ്സ് നുറുങ്ങി
എങ്കിലും അങ്ങയുടെ വിടുതലിനായി ഹൃദയം തുറന്നിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേളിൽ ഈ നിമിഷം അങ്ങയുടെ അത്ഭുത കരം നീട്ടി അവിടുന്ന് വിടുവിക്കണമേ. അവരുടെ മാനുഷിക, ശാരീരിക, ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണമേ. വലിയ വിശാലത കൊടുക്കണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മക്കളുടെ ജീവിതത്തിലെ കൂരിരുട്ടുകളെല്ലാം മാറട്ടെ. അമ്മേൻ, ഇപ്പോൾ അന്ധകാരമാണെങ്കിൽ അന്ധകാരത്തിന് എപ്പോഴും അന്ധകാരമായി ഇരിക്കുവാൻ കഴിയത്തില്ല എന്ന് അടികൾ അറിയുന്നു. ഒരു വെളിച്ചം കടന്നു വരുന്നുണ്ട്. ആ വെളിച്ചം ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വീശുമാറാകട്ടെ. അവിടെ നന്മകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. കുടുംബജീവിതം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭൗതിക മണ്ഡലങ്ങളുടെ മേൽ ഉയർച്ച കൊടുക്കണമേ. പ്രാർത്ഥിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ. ദൈവ സ്നേഹത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിച്ച എല്ലാവർക്കായും സ്തോത്രം. സകല മഹത്വം അങ്ങേക്കുതെന്ന് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവജനമേ, സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയച്ചാൽ കൃപയാൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഇമെയിൽ ID shaji@disciplesministry.com. May God bless you.